ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അന്റാർട്ടിക്കയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയാണ് കാണിക്കുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ അവിടുത്തെ ഐസ് വിണ്ടുകയറാൻ തുടങ്ങുകയും ഡ്രില്ലർ താഴേക്ക് വീണു പോവുകയുമാണ്. ഡ്രിൽ ചെയ്തിരുന്ന ജെയ്സണും താഴേക്ക് വീഴാനായി പോയെങ്കിലും ജാക്കും ഫ്രാങ്കും കൃത്യസമയത്ത് അവിടേക്കെത്തി അവനെ രക്ഷിച്ചു. സാമ്പിളുകൾ വീണ്ടെടുക്കാനായി ജാക്ക് ആ ഒരു വിള്ളലിനു മുകളിലൂടെ മറുവശത്തേക്ക് ചാടി. ശേഷം സാമ്പിളുകളെടുത്ത് അവൻ തിരികെ ചാടി. എന്നാൽ പിന്നീട് കാലി സ്ലിപ്പായവൻ ആ ഒരു വിള്ളലിലേക്ക് വീണു പോവുകയാണ്. ഭാഗ്യവശാൽ തൻ്റെ കയ്യിലുള്ള കോടാലി ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാനായി അവന് സാധിച്ചിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ ഇരുവരും ചേർന്ന് അവനെ പിടിച്ചു കയറ്റി. ന്യൂഡൽഹിയിൽ വെച്ചുള്ള ആഗോളതാപനത്തെക്കുറിച്ചുള്ള UN മീറ്റിങ്ങിൽ ജാക്ക് പങ്കെടുത്തിരുന്നു. ഭൂമി ഒരു പുതിയ ഹിമയുഗത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണെന്ന് ജാക്ക് എല്ലാ ലോക നേതാക്കളെയും അറിയിച്ചു. അത് ഭൂമിയെ മരവിപ്പിക്കുമെന്നും അയാൾ ഏവർക്കും മുന്നറിയിപ്പ് നൽകി. അതിനെത്ര സമയം വേണ്ടിവരുമെന്ന് ചോദിച്ചപ്പോൾ നൂറ്റാണ്ടുകൾ എടുത്തേക്കാമെന്നായിരുന്നു ജാക്കിൻ്റെ മറുപടി. ഇന്ധനത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും അവൻ ഏവരോടും പറഞ്ഞു. എന്നാൽ അവിടേക്ക് എത്തിയിരുന്ന രാഷ്ട്രീയക്കാർ ഈ ഒരു കാര്യത്തെ അത്രയങ്ങ് സീരിയസ് ആയി എടുത്തിരുന്നില്ല. ആ കെട്ടിടത്തിന് പുറത്താളുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു റിപ്പോർട്ടർ ഇതുപോലെയൊരു മഞ്ഞുവീഴ്ച ആദ്യമായിട്ടാണെന്ന് ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്തിരുന്ന ടെറിയെ ജാക്ക് കണ്ടുമുട്ടുകയാണ്. ജാക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളോട് ടെറി 100% യോജിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കോട്ട്ലാൻഡിലുള്ള ടെറിയുടെ മോണിറ്ററിംഗ് സ്റ്റേഷനിൽ താപനിലയിൽ വ്യത്യാസം കാണിക്കുന്നത് ഒരു ജീവനക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഉടൻ തന്നെ ഈ കാര്യം തൻ്റെ സഹപ്രവർത്തകനെ അറിയിച്ചു. എന്നാൽ അയാളത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. അതിനാൽ തന്നെ അല്പസമയത്തിനു ശേഷം അവിടേക്ക് എത്തിയിരുന്ന ടെറിയോട് അവരിക്കാര്യം പറഞ്ഞിരുന്നില്ല. ഈ ഒരു സമയത്ത് ജപ്പാനിൽ കടുത്ത മഞ്ഞുവീഴ്ചയുണ്ടാവുകയും അത് കുറച്ചാളുകളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് US ശക്തമായ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണ്. അപകടത്തിൽ 100 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു പ്രതിഭാസം കാലാവസ്ഥാ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന സഞ്ചാരികളും ഭൂമിയിലെ അസാധാരണമായ കൊടുങ്കാറ്റിൻ്റെ വ്യാപ്തി കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ശേഷം കാണിക്കുന്നത് വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജാക്കിൻ്റെ മകനായ സാമിനെയാണ്. അവൻ തൻ്റെ സുഹൃത്ത് ബ്രയാനും പ്രണയിനിയായ ലോറയ്ക്കുമൊപ്പം ന്യൂയോർക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിമാനത്തിലെ യാത്ര സാമിനെ ഭയമായിരുന്നു. ഈ സമയത്ത് അവരുടെ വിമാനം വലിയൊരു കൊടുങ്കാറ്റിനകത്ത് പെട്ടുപോവുകയാണ്. വിമാനം ശക്തമായി കുലുങ്ങാൻ തുടങ്ങിയതോടെ യാത്രക്കാരുടെ ബാഗുകളെല്ലാം താഴേക്ക് തെറിച്ചു വീണു. ഭാഗ്യവശാൽ അത് അധിക സമയം നീണ്ടു നിന്നിരുന്നില്ല. ഭീതിയോടെ സാം ഈ സമയത്ത് ലോറയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ന്യൂയോർക്കിലേക്ക് എത്തിയവർ പക്ഷികൾ കൂട്ടത്തോടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന കാഴ്ച ആകാംക്ഷയോടെ കണ്ടിരുന്നു. ഈ ഒരു സമയത്ത് ഫാമിലെയും മൃഗശാലയിലെയും മൃഗങ്ങൾ എന്തൊക്കെയോ മുന്നിൽ കണ്ട് വിചിത്രമായി പെരുമാറുന്നുണ്ടായിരുന്നു. പിന്നീട് സാമും അവൻ്റെ സുഹൃത്തുക്കളും അവർ പോയിരുന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മത്സരത്തിനു ശേഷം മറ്റൊരു സ്കൂളിലെ കുട്ടിയായ ജെട്ട് ലോറയുമായി സംസാരിക്കുകയാണ്. എന്നാൽ അത് സാമിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ ഒരു സമയത്താണ് ടെറി സമുദ്രത്തിലെ താപനില കുറയുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ടെറി ജാക്കിനെ വിളിച്ച് താങ്കൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവനെ അറിയിച്ചു. ഈ ഒരു സമയമായപ്പോഴേക്കും അവിടുത്തെ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കാലിഫോർണിയയിലെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ ഒരു ടെക്നീഷ്യൻ തൻ്റെ കാമുകിക്കൊപ്പം ശൃംഗരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്തോ ഒരു ശബ്ദം കേട്ട് ആ ടെക്നീഷ്യൻ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. അതോടെ താൻ കേട്ട ശബ്ദം പുറത്തുള്ള ക്ലീനിങ് സ്റ്റാഫിൻ്റെ മെഷീനിൽ നിന്നുമാകുമെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ഈ സമയത്ത് അവിടേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വലിപ്പമേറിയ ആലിപ്പഴങ്ങൾ ഇവിടെ വീഴുന്നുണ്ടെന്ന് ഫോൺ വിളിച്ച റിപ്പോർട്ടർ അയാളെ അറിയിച്ചു. പിന്നീട് ആ ടെക്നീഷ്യൻ കമ്പ്യൂട്ടറിൽ പരിശോധിക്കുകയും വലിയൊരു ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ അയാൾ ഇക്കാര്യം തൻ്റെ ബോസിനെ വിളിച്ചറിയിച്ചു.
പുറത്തിറങ്ങിയ അവൻ്റെ ബോസ് ചുഴലിക്കാറ്റിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് മനസ്സിലാക്കി. ഈ ഒരു സമയത്ത് ജാക്കും കൂട്ടരും ഈ വാർത്തകൾ നിരീക്ഷിച്ച് വരികയായിരുന്നു. പോകുന്ന വഴികളിലെല്ലാം നാശം വിതച്ചുകൊണ്ടാണ് ആ ചുഴലിക്കാറ്റ് കടന്നു പോയിരുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ആളുകൾ പരിഭ്രാന്തരായി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. വലിയ വാഹനങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ആ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് തകർന്നു പോയിരുന്നു. ആ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും തകർന്നിരുന്നു. അതോടുകൂടി വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കാനായി ഗവൺമെൻറ് ഉത്തരവിട്ടു. എന്നാൽ യാത്രയിലായിരുന്ന 2 വിമാനങ്ങൾ ഈ നേരത്ത് തകർന്നു വീണിരുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഷിങ്ടണിൽ ഒരടിയന്തര യോഗം വിളിച്ചുകൂട്ടി. അവർ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി. ടെറിയുടെ സ്ഥിരീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഗോളതാപനം മൂലമുണ്ടാകുന്ന വടക്കൻ അറ്റ്ലാന്റിക് പ്രവാഹങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ജാക്ക് വിശദീകരിച്ചു. ഇത് ആരംഭമാണെന്നും ഉടൻ തന്നെ സ്ഥിതിഗതികൾ മോശമാകുമെന്നും ജാക്ക് ഏവരെയും അറിയിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിലേക്ക് റിപ്പോർട്ട് അയക്കാനുള്ള തെളിവുകൾ സമർപ്പിക്കാനായി ജാക്കിൻ്റെ ബോസ് അവന് 48 മണിക്കൂർ സമയം നൽകി. തൻ്റെ സഹപ്രവർത്തകരായ ഫ്രാങ്കിൻ്റെയും ജെയ്സൻ്റെയും ജാനറ്റിൻ്റെയും സഹായത്തോടെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ജാക്ക് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിശ്രമിക്കാൻ പോയ ജാക്കിനെ അവൻ്റെ സഹപ്രവർത്തകർ തങ്ങളുടെ അനുമാനങ്ങൾ അറിയിച്ചു. ശക്തമായ മഞ്ഞുവീഴ്ച ആരംഭിക്കാൻ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ മാത്രമേ സമയമുള്ളൂവെന്ന് അവർ കണ്ടെത്തി. പിറ്റേ ദിവസം സാമിൽ നിന്നും ജാക്കിന് ഒരു ഫോൺ കോൾ വന്നു. നിർത്താതെ പെയ്യുന്ന മഴ മൂലം ന്യൂയോർക്കിൽ വെള്ളപ്പൊക്കമാണെന്നും ഞാനിവിടെ കുടുങ്ങിപ്പോയെന്നും സാം ജാക്കിനെ അറിയിച്ചു. വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാമെന്ന് ജഡ് എന്ന യുവാവ് പിന്നീട് സാമിനെയും കൂട്ടരെയും അറിയിച്ചു. ഈ ഒരു സമയത്ത് പരിഭ്രാന്തരായ ആളുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പരമാവധി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. ജാക്ക് പിന്നീട് വൈസ് പ്രസിഡൻറ്റിനെ കണ്ട് സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നും ആളുകളെ ഒഴിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ വൈസ് പ്രസിഡൻറ്റ് അവനെ അവഗണിച്ചുകൊണ്ട് കടന്നുപോയി. ഇതേസമയം യൂറോപ്പിൻ്റെ വടക്കൻ മേഖലകളിൽ ശക്തമായ രീതിയിലുള്ള മഞ്ഞുവീഴ്ച തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കായി കുറച്ച് ഹെലികോപ്റ്ററുകൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ശക്തമായ മഞ്ഞുവീഴ്ച കാരണം കാഴ്ചാപരിധി വളരെ കുറവായിരുന്നു. ശക്തമായ തണുപ്പ് മൂലം അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൻ്റെ മോട്ടോറുകൾ നിശ്ചലമാവുകയും ആ ഹെലികോപ്റ്ററുകളെല്ലാം നിയന്ത്രണം വിട്ട് താഴേക്ക് കൂപ്പുകുത്തുകയുമാണ്. ആ ഒരു അപകടത്തിൽ ആകെ ഒരു പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് പുറത്തേക്ക് നോക്കിയ ആ ഒരു പൈലറ്റ് ശക്തമായ തണുപ്പ് മൂലം മരവിച്ചു മരിച്ചു. ഈ സംഭവം അറിഞ്ഞ ടെറി ഇക്കാര്യം ജാക്കിനെ അറിയിച്ചു. അങ്ങനെ ജാക്ക് ആ ഒരു അപകടത്തെപ്പറ്റി വിശകലനം ചെയ്യുകയാണ്. പിന്നീടവർ കരയിൽ രൂപപ്പെട്ടിരുന്ന ശക്തമായ മറ്റൊരു ചുഴലിക്കാറ്റ് കണ്ടെത്തി. ന്യൂയോർക്കിൽ 3 ദിവസമായി മഴ തുടരുകയാണ്. അതിനാൽ തന്നെ എല്ലാ ട്രെയിനുകളും നിർത്തിവെച്ചിരുന്നു. മാൻഹോളുകളിൽ നിന്നുവരെ ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതേസമയം കാനഡയിൽ ശക്തമായ കൊടുങ്കാറ്റ് മൂലം 25 അടി ഉയരത്തിൽ സമുദ്രജലം ഉയർന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ സാമും അവൻ്റെ കൂട്ടുകാരും TV-യിലൂടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാമും കൂട്ടരും ജഡൻ്റെ പക്കൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പവർ കട്ടായി. പുറത്തേക്കിറങ്ങിയ അവർ വെള്ളം കൂടുതൽ ഉയർന്നു വരികയാണെന്ന് ഭീതിയോടെ മനസ്സിലാക്കി. ഈ ഒരു സമയത്താണ് തകർന്ന മൃഗശാലയിൽ നിന്നും അവിടുത്തെ ചെന്നായക്കൾ രക്ഷപ്പെട്ട വിവരം അധികൃതർ തിരിച്ചറിയുന്നത്. വെള്ളപ്പൊക്കം മൂലം ആളുകൾ ന്യൂയോർക്കിലുണ്ടായിരുന്ന ഒരു ലൈബ്രറിയിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് നായയുമായി അതിനകത്തേക്ക് കയറിയ ഒരാളെ അവിടെ നിന്നും ഇറക്കിവിട്ടിരുന്നു. വെള്ളം കയറിയതിനാൽ വാഹനങ്ങളെല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. നിരവധി ആളുകൾ ആ കാറുകൾക്കകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് സാമും കൂട്ടരും ആ ഒരു ലൈബ്രറിയിലേക്ക് ഓടുകയായിരുന്നു. ഈ സമയത്ത് ലോറ കാറിൽ കുടുങ്ങിയ ഒരു കുടുംബത്തെ സഹായിക്കാനായി ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് ലോറയുടെ കാലിന് ചെറിയൊരു പരിക്കേറ്റിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അവിടെ വലിയൊരു സുനാമി ഉണ്ടാവുന്നത്. ആ ഒരു സുനാമിയിൽപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക്
ജീവൻ നഷ്ടമായി. ഈ ഒരു കാഴ്ച കണ്ട സാം ലോറയുടെ പക്കലേക്കോടി. സാഹസികമായവൻ അവളെയും രക്ഷിച്ച് അവിടെയുണ്ടായിരുന്ന ലൈബ്രറിയുടെ അകത്തേക്കു കയറി. ഉടൻ തന്നെ അവൻ കൂട്ടുകാരെയും കൂട്ടി അതിൻ്റെ 1-ാമത്തെ നിലയിലേക്ക് ഓടിമാറി. ഇതേസമയം ജാക്ക് കാനഡ, സ്കോട്ട്ലൻഡ്, സൈബീരിയ എന്നീ രാജ്യങ്ങളിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്നും താപനില വളരെയധികം താഴ്ന്നു പോകുമെന്നും കണ്ടെത്തിയിരുന്നു. ഈ ഒരു പ്രതിഭാസം താമസിയാതെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും എത്തുമെന്നറിയിക്കാൻ അവൻ ടെറിയെ വിളിച്ചു. 6 ആഴ്ചയെന്നുള്ള തങ്ങളുടെ അനുമാനം തെറ്റായിരുന്നുവെന്നും ഹിമയുഗം ആരംഭിക്കാൻ 48 മണിക്കൂർ എടുക്കുമെന്നും അവൻ ടെറിയെ അറിയിച്ചു. നമുക്കത് തടയാനാവില്ലെന്നും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവൻ ടെറിയോട് പറഞ്ഞു. ന്യൂയോർക്കിലെ സംഭവങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ച ജാക്ക് പിന്നീട് തൻ്റെ ഭാര്യയായ ലൂസിയുടെ പക്കലേക്ക് പോവുകയാണ്. ന്യൂയോർക്കിൽ ലൈബ്രറിയിലേക്ക് കയറിയിരുന്നവരെല്ലാം ഭീതിയോടെ അതിനകത്ത് കഴിച്ചു കൂട്ടുകയാണ്. ഈ ഒരു സമയത്ത് അവർക്കാർക്കും അവരുടെ ഫോണുകളിൽ റേഞ്ച് കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ സാം ഒരു ലാൻഡ് ഫോണിനായി അവിടെ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവൻ അവിടുത്തെ വെള്ളക്കെട്ടിലുണ്ടായിരുന്ന ഫോണിൽ നിന്നും വിളിച്ച് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് രക്ഷിതാക്കളെ അറിയിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ജാക്ക് അവനെ അറിയിച്ചു. പുറത്തിറങ്ങിയാൽ മരവിച്ചു മരിക്കുമെന്നും അകത്ത് തന്നെ തുടരണമെന്നും ജാക്ക് സാമിനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ വെള്ളം ഒരുപാട് ഉയർന്നു. അതിനാൽ തന്നെ സാമിനെ കോൾ അവസാനിപ്പിക്കേണ്ടി വന്നു. സാമിനെ കാണാതെ അവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്നും കരുതി ലോറ ഭയപ്പെട്ടു. ഭാഗ്യവശാൽ സാമിനെ നീന്തി പുറത്തേക്ക് വരാനായി സാധിച്ചിരുന്നു. തണുത്തുറഞ്ഞ സാമിനെ തൻ്റെ ശരീരത്തിൻ്റെ ചൂട് പകരാനായി ലോറ വാരിപ്പുണർന്നു. പിന്നീട് അവരേവരും വിചിത്രമായൊരു ശബ്ദം കേൾക്കാനിടയായി. പുറത്തേക്ക് നോക്കി അവർ ഒരു ചരക്ക് കപ്പൽ അവിടേക്ക് അടുക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടു. പിന്നീട് വാഹനങ്ങൾ തകർത്തുകൊണ്ട് ആ കപ്പൽ നിശ്ചലമായി. ഇതിനിടെ തൻ്റെ മകനെ രക്ഷിക്കാനായി ന്യൂയോർക്കിലേക്ക് പോകാമെന്ന് ജാക്ക് തീരുമാനിക്കുകയാണ്. ജാക്ക് പ്രസിഡൻറ്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. വടക്ക് വശത്തുള്ള ആളുകൾ തെക്കോട്ട് മാറുന്നതാണ് നല്ലതെന്ന് മീറ്റിങ്ങിൽ ജാക്ക് ഏവരെയും അറിയിച്ചു. മെക്സിക്കോയിലേക്ക് പോകുന്നതാണ് ഉചിതമെന്ന് ജാക്ക് നിർദ്ദേശിച്ചു. ഈ ഒരു സമയത്തും വൈസ് പ്രസിഡൻറ്റ് ജാക്കിൻ്റെ ന്യായവാദങ്ങളെ തള്ളിക്കളയുകയാണ്. ഇത് കണ്ട് പ്രസിഡൻറ്റ് അയാളെ ശകാരിച്ചു. വൈകിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലെ ആളുകൾക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് ജാക്ക് വിശദീകരിച്ചു. ജാക്ക് പോയതിനു ശേഷം വൈസ് പ്രസിഡൻറ്റ് ജാക്കിൻ്റെ നിർദ്ദേശങ്ങളെ വീണ്ടും തള്ളിപ്പറഞ്ഞു. ദേഷ്യത്തോടെ പ്രസിഡൻറ്റ് അയാളെ അവഗണിക്കുകയും ജാക്കിൻ്റെ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്. ഇതേസമയം തങ്ങളുടെ ഗവേഷണ കേന്ദ്രം തകരാൻ പോവുകയാണെന്ന് ടെറിയും കൂട്ടരും ഭീതിയോടെ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ തന്നെ അവസാനത്തെ ആഘോഷമായി അവരേവരും മദ്യപിക്കുകയാണ്. അതേനേരം ന്യൂയോർക്കിലെ ലൈബ്രറിയിൽ കുടുങ്ങിയിരുന്നവർ വെള്ളമുറച്ച് ഐസായി മാറിയെന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഐസിന് മുകളിലൂടെ നടന്ന് തെക്ക് ഭാഗത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ഇത് കണ്ട് ജാക്ക് പറഞ്ഞിരുന്ന കാര്യം അവരെ അറിയിച്ചുകൊണ്ട് സാം അവരെ തടയാനായി ശ്രമിച്ചു. എന്നാൽ ഭൂരിഭാഗം പേരും അവനെ അവഗണിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ചെറിയൊരു സംഘമൊഴിച്ച് ബാക്കി ഏവരും അവിടെ നിന്നും പോയി. താപനില വളരെയധികം താഴ്ന്നു തുടങ്ങിയതിനാൽ സാമും കൂട്ടരും അവിടെയുണ്ടായിരുന്ന പുസ്തകങ്ങളെടുത്ത് കത്തിക്കാൻ ആരംഭിച്ചു. ഭക്ഷണത്തിനായവർ വെൻഡിങ് മെഷീനുകൾ തകർക്കുകയും പരവതാനികൾ പുതപ്പുകളായി ഉപയോഗിക്കുകയും ചെയ്തു. പുറത്തുപോയ മനുഷ്യർ അതിശൈത്യം മൂലം ലൈബ്രറി വിട്ടുപോയതിൽ ഖേദിച്ചു. അക്കൂട്ടത്തിൽ ചിലർ അതിശൈത്യം മൂലം മരണമടഞ്ഞിരുന്നു. കൂടുതൽ അമേരിക്കൻ അഭയാർത്ഥികൾ രാജ്യത്തേക്കെത്തിയതോടെ മെക്സിക്കൻ അതിർത്തി അടച്ചു. അതോടെ ഗതാഗതക്കുരുക്കുണ്ടാവുകയും കാറുമായി ഇറങ്ങിയിരുന്ന ആളുകളെല്ലാം റോഡുകളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ആളുകൾ അനധികൃതമായി മെക്സിക്കോയിലേക്ക് കടക്കാനായി അവിടെയുണ്ടായിരുന്നൊരു നദി മുറിച്ച് കടക്കാൻ ആരംഭിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കൻ സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് അതിർത്തികൾ വീണ്ടും തുറന്നു. ഈ ഒരു സമയത്ത് ഡോക്ടറായ ലൂസിയുടെ പക്കലേക്ക് അവളുടെ ഒരു സഹപ്രവർത്തകൻ എത്തുകയാണ്. ആളുകളെല്ലാം പരിഭ്രാന്തരായി രക്ഷപ്പെട്ടെന്നും അതിനാൽ തന്നെ ആംബുലൻസുകളൊന്നുമില്ലെന്നും അയാൾ ലൂസിയെ അറിയിച്ചു. എന്നാൽ ലൂസിയുടെ പേഷ്യൻ്റായിരുന്ന ഹോസ്പിറ്റലിലെ ഒരു കുട്ടിക്ക്
ആംബുലൻസിൻ്റെ സേവനം അത്യാവശ്യമായിരുന്നു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്നും നിങ്ങളെങ്ങനെയെങ്കിലും ഒരു ആംബുലൻസ് കൊണ്ടുവരൂ എന്നും പറഞ്ഞുകൊണ്ട് ലൂസി തൻ്റെ സഹപ്രവർത്തകനെ പറഞ്ഞയച്ചു. ഈ ഒരു സമയത്ത് ജാക്ക് സാമിനെ രക്ഷിക്കാനായി പുറപ്പെടാനൊരുങ്ങുകയായിരുന്നു. സാമിനെ രക്ഷിക്കാൻ നിനക്കൊപ്പം ഞങ്ങളും കൂടി വരാമെന്ന് ഫ്രാങ്കും ജെയ്സണും അവനോട് പറഞ്ഞു. അന്റാർട്ടിക്കയിൽ പര്യവേഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെ അവർ തങ്ങളുടെ ട്രക്കിൽ അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങി. മഞ്ഞിൽ കാഴ്ച മറഞ്ഞിരുന്ന അവരുടെ വാഹനം നിർഭാഗ്യവശാൽ റോഡിലെ ബ്ലോക്കിൽ ഇടിക്കാനിടയായി. അങ്ങനെ മറ്റു മാർഗമില്ലാതെ അവർ കയറുപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. അവർ പോയിരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ് മേൽക്കൂരയുടെ മുകളിലൂടെയായിരുന്നു. മഞ്ഞുമൂലം അതവർക്ക് മനസ്സിലാക്കാനായി സാധിച്ചിരുന്നില്ല. അങ്ങനെ ഗ്ലാസ് തകർന്ന് ഫ്രാങ്ക് താഴേക്ക് വീഴുകയാണ്. ഉടൻ തന്നെ സ്ലിപ്പാവാതിരിക്കാനായി ജാക്ക് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചു. താമസിയാതെ തന്നെ ജാക്ക് കിടന്നിരുന്ന ഗ്ലാസും തകരാൻ ആരംഭിച്ചു. ഭാരം കുറയ്ക്കാനായി ഫ്രാങ്ക് തൻ്റെ പക്കലുണ്ടായിരുന്ന ബാഗ് എടുത്ത് താഴേക്കിട്ടു. പക്ഷേ കാര്യമുണ്ടായില്ല. ഗ്ലാസ് പാളികൾ ഇപ്പോഴും തകർന്നു കൊണ്ടിരിക്കുകയാണ്. അതോടെ ഫ്രാങ്ക് കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനായി തൻ്റെ കയറ് മുറിച്ചു. അതോടെ ഫ്രാങ്ക് താഴേക്ക് വീണ് മരണപ്പെടുകയാണ്. ഇത് കണ്ട് ജാക്കും ജെയ്സണും പൊട്ടിക്കരഞ്ഞു. രാത്രിയിൽ ജാക്കും ജെയ്സണും വിശ്രമിക്കാനായി ഒരു ടെൻറ്റ് കെട്ടി. ഇതേസമയം ആംബുലൻസുമായി ആശുപത്രിയിലേക്ക് തിരിച്ചെത്തി ലൂസിയുടെ സഹപ്രവർത്തകൻ അവളെയും അവളുടെ പേഷ്യൻറ്റിനെയും രക്ഷിച്ചിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് സൈന്യം പ്രസിഡൻറ്റിനെ വൈറ്റ് ഹൗസിൽ നിന്നും മാറ്റുകയാണ്. എന്നാൽ പിന്നീട് പ്രസിഡൻറ്റിൻ്റെ സൈനിക വ്യൂഹം അപകടത്തിൽപ്പെട്ടെന്നുള്ള വാർത്ത വൈസ് പ്രസിഡൻറ്റിനെ തേടിയെത്തി. അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയെ വലിയൊരു മേഘം മൂടുന്ന കാഴ്ച ബഹിരാകാശ യാത്രികർ കണ്ടിരുന്നു. അത് ജാനറ്റിന് അയക്കാനായവർ അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ പകർത്തി. അത് കണ്ടപാടെ ആ ഒരു കൊടുങ്കാറ്റ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ന്യൂയോർക്കിൽ നാശം വിതയ്ക്കുമെന്ന് അവൾ മനസ്സിലാക്കി. ഇതേ സമയം ലൈബ്രറിയിൽ സാം ലോറയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഇരുവരും സ്നേഹത്തോടെ ചുംബിച്ചിരുന്നു. എന്നാൽ പിറ്റേന്നു രാവിലെ ലോറ ബോധരഹിതയായി കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻ ബുക്കിൽ രോഗലക്ഷണങ്ങൾ നോക്കി അവർ ലോറയെ പരിശോധിച്ചു. അങ്ങനെ കാലിലേറ്റ മുറിവ് മൂലം ലോറയ്ക്ക് അണുബാധയുണ്ടായിരിക്കുകയാണെന്ന് സംഘം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ മരുന്ന് നൽകിയില്ലെങ്കിൽ അപകടമാണെന്ന് അവർ മനസ്സിലാക്കി. അതിനാൽ തന്നെ മരുന്നിനായി അവിടേക്ക് വന്നിരുന്ന ചരക്ക് കപ്പലിലേക്ക് കയറാമെന്ന് സാം തീരുമാനിച്ചു. ബ്രയാനും ജഡും അവനെ സഹായിക്കാൻ സന്നദ്ധരായി. അങ്ങനെ അവർ മൂവരും ആ ഒരു കപ്പലിനകത്തേക്ക് പ്രവേശിച്ചു. അല്പസമയത്തിനകം തന്നെ മൃഗശാലയിൽ നിന്നും ചാടിയുറുന്ന ചെന്നായ്ക്കൾ അവരുടെ മണം പിടിച്ച് അവിടേക്കെത്തി. കപ്പലിലെ മെഡിക്കൽ റൂമിൻ്റെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. അതോടെ സാം പുറത്തേക്ക് ഇറങ്ങുകയും അതിൻ്റെ ജനൽ തകർത്ത് ആ ഒരു റൂമിനകത്തേക്ക് പ്രവേശിക്കുകയുമാണ്. ശേഷം അവൻ വാതിൽ തുറന്ന് സുഹൃത്തുക്കളെ അകത്തേക്ക് കയറ്റി. പിന്നീട് ബ്രയാൻ ലോറയ്ക്ക് ആവശ്യമായ മരുന്നുകൾ അവിടെ നിന്നും കണ്ടെത്തി. സാം മടങ്ങാൻ ഒരുങ്ങിയെങ്കിലും നമുക്കിവിടെ ഭക്ഷണമുണ്ടോ എന്ന് നോക്കാമെന്ന് ബ്രയാൻ അവനോട് പറഞ്ഞു. അങ്ങനെ കപ്പലിലെ കിച്ചണിലേക്ക് പോയവരെ ചെന്നായ്ക്കൾ കാണാനിടയായി. ഈ ഒരു കാഴ്ച കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ചെന്നായ്ക്കൾ പിന്തുടരുകയാണ്. ഓട്ടത്തിനിടെ ഒരു ചെന്നായ കൂട്ടത്തിലുണ്ടായിരുന്ന ജഡിൻ്റെ കാലിൽ കടിച്ചിരുന്നു. സാം ചെന്നായ്ക്കളെ ആക്രമിച്ചുകൊണ്ട് അവനെ രക്ഷിച്ചു. അങ്ങനെ അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ കയറിയിരുന്ന റൂമിൻ്റെ ഡോറ് പൂട്ടി. അതിനാൽ തന്നെ അവരും ആ ഒരു റൂമിനകത്ത് ഇപ്പോൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് സാം തണുത്ത കാറ്റ് ന്യൂയോർക്കിനെ മൂടുന്ന കാഴ്ച ശ്രദ്ധിക്കുന്നത്. അതോടെ സാം രക്ഷപ്പെടാനുള്ള തൻ്റെ പദ്ധതി കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയാണ്. പിന്നീട് സാം വീണ്ടും പുറത്തേക്കിറങ്ങി. ശേഷം അവൻ അവിടെ നിന്നും ചെന്നായ്ക്കളുടെ പക്കലേക്ക് പോവുകയാണ്. ശേഷം അവൻ ചെന്നായ്ക്കളുടെ ശ്രദ്ധയാകർഷിച്ച് ഓട്ടം ആരംഭിച്ചു. സാമിനെ പുറകെ ഓടിയിരുന്ന ചെന്നായ്ക്കളെ അവർ അവിടെയുണ്ടായിരുന്ന ഇടനാഴിയിലായി പൂട്ടിയിട്ടു. പിന്നീട് അവർ അടുക്കളയിലേക്ക് ചെന്ന് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. പിന്നീട് അവർ മുറിവേറ്റ ജഡിനെയും കൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് അവർ ചുറ്റുമുള്ള കെട്ടിടങ്ങൾ മരവിക്കുന്ന ഭീതിജനകമായ കാഴ്ച കണ്ടു. അതോടെ അവർ ലൈബ്രറിയിലേക്ക് ഓട്ടം ആരംഭിച്ചു. ആ തണുത്ത കാറ്റെത്തുന്നതിലും തൊട്ടു മുൻപ് അവർക്ക്
ലൈബ്രറിയിലെ ചൂടുള്ള മുറിയിലേക്ക് കയറുവാനായി സാധിച്ചിരുന്നു. കൂടുതൽ ചൂട് ലഭിക്കാനായി അവർ അവിടെയുണ്ടായിരുന്ന തീയെ ആളിക്കത്തിച്ചു. അതേസമയം തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാക്കിനൊപ്പമുണ്ടായിരുന്ന ജേസൺ തലകറങ്ങി വീണു. മറ്റു മാർഗമില്ലാതെ ജാക്ക് പിന്നീട് അവനെ മഞ്ഞിലൂടെ വലിച്ചിഴയ്ക്കാൻ ആരംഭിച്ചു. ഈ ഒരു സമയത്താണ് തണുത്ത കാറ്റ് പാഞ്ഞെടുക്കുന്ന കാഴ്ച ജാക്കിൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടെ ജാക്ക് ജേസനെയും കൂട്ടി മഞ്ഞിനടിയിൽ പൊതിഞ്ഞു കിടന്നിരുന്ന ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ചാടി. അല്പസമയത്തിനു ശേഷം ജേസന് ബോധം വന്നു. എന്തൊക്കെ സംഭവിച്ചാലും യാത്ര തുടരാൻ തന്നെയായിരുന്നു ജാക്കിൻ്റെ നീക്കം. സാമിന് ന്യൂയോർക്കിൽ അധികകാലം അതിജീവിക്കാൻ സാധിക്കില്ലെന്ന് ജാക്ക് ജേസനോട് പറഞ്ഞു. അങ്ങനെ ജാക്കും ജേസനും വീണ്ടും നടത്തം ആരംഭിച്ചു. പോകുന്ന വഴികളിലെല്ലാം തണുത്തുറഞ്ഞ മൃതശരീരങ്ങൾ അവർ കണ്ടിരുന്നു. രാത്രിയിൽ ടെൻ്റടിച്ച് അവരിരുവരും വിശ്രമിച്ചു. നമ്മളിപ്പോൾ ഹിമയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ജാക്ക് ജേസനോട് പറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം കൊടുങ്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞതായി ബഹിരാകാശ യാത്രികർ മനസ്സിലാക്കി. പിന്നീട് ടെൻറ്റിൽ നിന്നും പുറത്തിറങ്ങിയ ജാക്ക് തെളിഞ്ഞു കിടന്നിരുന്ന ആകാശം കണ്ടു. നടത്തം തുടർന്നവർ പിന്നീട് ന്യൂയോർക്കിലേക്കെത്തി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കുറച്ചു കപ്പലുകളും മരവിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർക്കവിടെ കാണാനായി സാധിച്ചത്. പിന്നീടവന് തങ്ങളിപ്പോൾ നിൽക്കുന്നത് സാം പറഞ്ഞിരുന്ന ലൈബ്രറിയുടെ മുകളിലാണെന്ന് മനസ്സിലായി. അതോടുകൂടി തൻ്റെ മകൻ മരിച്ചെന്നും കരുതി സാം തളർന്നുപോയി. ഇരുവരും പിന്നീട് മഞ്ഞിലൊരു ദ്വാരം കണ്ടെത്തുകയും ഒരു ജാലകത്തിനകത്തുകൂടി ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുകയുമാണ്. ചുറ്റിലും നോക്കി അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഈ ഒരു സമയത്താണ് അവർ ഒരു വാതിലിനു താഴെയായി ഉണ്ടായിരുന്ന വെളിച്ചം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവർ സാമിനെയും കൂട്ടരെയും ജീവനോടെ തന്നെ കണ്ടെത്തി. സന്തോഷത്തോടെ സാമും ജാക്കും പരസ്പരം വാരിപ്പുണർന്നു. പിന്നീട് വൈസ് പ്രസിഡൻ്റായി ചുമതലയേറ്റു. തനിക്ക് തെറ്റുപറ്റിയെന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ വലിയൊരു രക്ഷാപ്രവർത്തനം നടത്താൻ പോവുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തിരച്ചിൽ ആരംഭിച്ച സൈനികർ പിന്നീട് ജാക്കിനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന സാമിനെയും കൂട്ടരെയും കണ്ടെത്തി. അങ്ങനെ അവർ സൈനിക ഹെലികോപ്റ്ററിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒരു സമയത്ത് ബഹിരാകാശ യാത്രികർ വീണ്ടും ഭൂമിയിലേക്ക് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷം പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയിലായി ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.